ഇത് ഹരിസ്ലാൻ, ഇത് ദീപക്. അപ്പോൾ നിങ്ങളുടെ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഹരിസ്ലാൻ്റെ പേര് മാത്രം എനിക്ക് അധികം പിടുത്തം കിട്ടാണ്ടായുള്ളൂ. ഹരിസ്ലാനൊക്കെ ഒരു കമ്പനിയുടെ ഫ്ലോർ മാനേജർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്റെ അവസ്ഥ എന്താ അറിയോ കേട്ടോ, ഈ 6-ാം തമ്പുരാനിലെ ജഗന്നാഥൻ തമ്പുരാനെ ഉണ്ണിമായ കാണാൻ വന്നൊരു സീനില്ലേ, ഇതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എടുത്തൊക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇവന് മറ്റേ സ്റ്റാൻഡപ്പ് കോമഡി ഇല്ല, ഏത് സ്റ്റാൻഡപ്പ് കോമഡി അറിയും. അപ്പൊ ലാലേട്ടൻ പോയി ഡ്രസ്സ് മാറ്റി വരില്ല, അതേപോലെ ഞാൻ ഈ കോട്ടിട്ട് വരുമ്പോ ഇവൻ മറ്റേ സ്റ്റാൻഡപ്പ് കോമഡി രമേശ്. ചില സമയത്ത് അങ്ങനെ തിരിച്ചറിയാൻ കാരണമാകുന്ന കാരണങ്ങളുണ്ട്. അതായത് ഈ മലർവാടി ആർട്സ് ക്ലബ് ഇറങ്ങിയതിൻ്റെ തൊട്ട് വർഷത്തെ ഒരു ഫിലിം അവാർഡ് നൈറ്റ്. അപ്പം ഞാനിങ്ങനെ ദൂരെ നോക്കുന്നുണ്ട്. ഇവർ 4 പേരുണ്ടല്ലോ മലർവാടിയിലെ, ഇവരിടയ്ക്ക് 4 പേര് പിരിഞ്ഞു പോകും. അവരവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പം ഇവരെ ആരും നോക്കുന്നൊന്നുമില്ല. എപ്പോൾ ഇവർ വന്ന് 4 പേരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന അപ്പം അതെ ഇതാ മലർവാടിയിലുള്ളവരല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെയാണ് ചില സിനിമകളിലൊക്കെ ഇതിങ്ങനെ ഉണ്ടല്ലോ, നാസിർ സാറിൻ്റെ സിനിമകളിലൊക്കെ ആൾമാറാട്ടം സംഭവിക്കുന്നത് വെറും ഒരു ഉണ്ണിയിലൊക്കെ ആയിരിക്കും. ഞാനൊരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്, അത് സൺഡേ ഹോളിഡേ എന്നും പറഞ്ഞൊരു സിനിമയിൽ അതേപോലെ തന്നെ ഒരു ഉണ്ണി എടുത്ത് മാറ്റി വെച്ചിട്ട് സിദ്ദിഖ് സാറൊക്കെ വരാൻ നേരത്ത് ഇങ്ങനെ വന്ന് നോക്കാൻ നേരത്ത് എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഹരിസ്ലാൻ പറഞ്ഞത്. കോട്ടക്കെട്ട് വരുമ്പോൾ ഹരിസ്ലാൻ വേറൊരാൾ. ശരിക്കും സർക്കാസമായിട്ട് പറയാറുണ്ട്, അത്തരം പടങ്ങളിൽ സത്യത്തിൽ ഇവരെക്കാൾ പാടാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഇവരെ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കണമല്ലോ. അപ്പൊ ശരിക്കും അവർക്കാണ് അവാർഡ് കൊടുക്കേണ്ടതെന്ന് പറയാറുണ്ട്. നിങ്ങളുടെയും കഴിഞ്ഞ എപ്പിസോഡ് വളരെ നല്ലതായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാം അറിയാമല്ലോ, 2.5 മിനിറ്റ് വീതം സമയം സ്വിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. സമയം നോക്കാനായിട്ട് നമ്മുടെ കേശവ മാമൻ അവിടെ റെഡി. എന്താ കേശവ മാമൻ ഇത്ര ഗൗരവം? ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പിള്ളേരോട് പറയാൻ പോണ കഥയില്ലേ, ആ കഥ എടുത്ത് ഞാൻ ഷോർട്ട് ഫിലിമായിട്ട് ഞാൻ തന്നെ സംവിധാനം ചെയ്യും. അതിന്റെ പ്രൊഡ്യൂസറായിട്ട് പിഷാരനെ വെച്ചാൽ അത് നന്ദി എന്നും എന്നോട് ഉണ്ടാവോ? ഞാനത് ചെയ്യുന്നില്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കേശവമാമൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഷോർട്ട് ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, കേശവ മാമൻ്റെ ഇവിടുത്തെ കഥകൾ വെച്ചുള്ള ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊഡ്യൂസറായി സ്വന്തമായി 6 മീൻകടകളുള്ള ധർമ്മജൻ ബോൽഗാട്ടി മാറിയിരിക്കുകയാണ്. വെരി ഗുഡ്. അല്ല ഇത് ചെയ്യുമ്പോൾ പിന്നെ 6 കാണുള്ളൂ, അതുകൊണ്ടാണ്. ഞാനായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ ഇത്താത്തക്ക് ഈ സാനിറ്ററി പാഡൊക്കെ ഉണ്ടല്ലോ അത് വാങ്ങിക്കൊടുക്കാൻ. അന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ മലയാളത്തിൽ കള്ളക്കടത്ത് പടത്തിലൊക്കെ ഉണ്ടാവില്ല, നായകൻ്റെ കയ്യിൽ ഒരു കഷ്ണം കടലാസ് ഉണ്ടാവും, എന്നിട്ട് കടലാസ് അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ സാധനം കിട്ടുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ ഇത്താത്ത എനിക്ക് ചെറിയ കഷ്ണം പേപ്പറിൽ 2-3 പേര് എഴുതി തരും. എന്നിട്ട് എന്നോട് പറയും ഇത് കടയിൽ കൊണ്ടുപോയി കൊടുക്കണം, ആരും അറിയരുത്, ഹോ ജായിക ഭായ്ജാൻ എന്ന് പറഞ്ഞ് ഞാൻ കടയിൽ ചെല്ലും. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി പടത്തിന് ടിക്കറ്റ് എടുക്കാൻ പോയാൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇത് അവിടെ ഇങ്ങനെ വെക്കും. കടയിലെ ചേച്ചി അതിനേക്കാൾ കോമഡിയാണ്. പുള്ളിക്കാരത്തി രാത്രി 12 മണിക്ക് വിളിക്കുന്ന കാമുകിയുടെ ശബ്ദത്തിൽ എന്നോട് ചോദിക്കും, ഓനെ എത്രണ്ണം വേണം? ഈ ഒരു 5-6 മുത്തം അങ്ങോട്ട് കൊണ്ട കൽബെന്ന് പറയാൻ തോന്നുമെങ്കിലും ഞാൻ പറയും 1 മതി. സാനിറ്ററി പാഡാണേ. അപ്പോൾ പുള്ളിക്കാരത്തി അതൊരു ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അതൊരു കറുത്ത കവറിലൊക്കെ ഇട്ട് സെൻസർ ചെയ്ത് എനിക്ക് തരും. ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് ഞാൻ ഇത്താത്ത കൊണ്ടുപോയി കൊടുത്താൽ എനിക്കൊരു കമ്മീഷൻ കിട്ടും. പക്ഷേ ഇത് വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ വരുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പോലെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ലായിരുന്നു. ഇതെന്നും ടി വിയിൽ വരുന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പോലെ ആയിരുന്നെങ്കിൽ ഐ ഷുഡ് ഹാവ് ബീൻ റിച്ച്. ഞാനൊരു എത്തിക്സ് ഉള്ള കള്ളനായതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും എന്താണ് ഞാൻ സ്മഗിൾ ചെയ്യുന്നതെന്ന് തുറന്നു നോക്കിയിട്ടില്ല. ഈ തിരുവനന്തപുരത്തെ കസ്റ്റംസിനെ പോലെ കൗതുകത്തിൻ്റെ പുറത്ത് ഒരിക്കൽ തുറന്നു നോക്കി, അന്ന് ഞാൻ ഞെട്ടി. കാരണം ഇതെനിക്കറിയാവുന്ന സാധനമായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്സിൽ, സ്പോർട്സിൽ, അക്കാഡമിക്സിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നാളെ നിങ്ങൾക്ക് ഒരു പരീക്ഷയുണ്ട്, നിങ്ങളൊന്നും പഠിക്കാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങളുടെ അമ്മ വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി മോളെ? നാളെ എനിക്ക് എക്സാം ആണമ്മേ. എൻ്റെ അമ്മ എങ്ങനെ ആവണം, ആട്ടി വിട്ടാനെ പരീക്ഷയും വെച്ചിരിക്കുന്നുണ്ടാൽ. പക്ഷെ പരസ്യത്തിൽ അമ്മ കൂളാണ്. പുള്ളിക്കാരത്തി പറയും, വിഷമിക്കേണ്ട മോളെ, സമയമായി എന്നും പറഞ്ഞ് ഇതങ്ങ് കൊടുക്കും. ഇത് കിട്ടിയാൽ തന്നെ കുട്ടി സടകുടേ എന്ന് പറഞ്ഞ് ഉണരുന്നു. പിറ്റേന്ന് ഡാൻസ് കളിച്ച് പരീക്ഷ എഴുതി ഫസ്റ്റ് അടിക്കുന്നു. ഇനിയിപ്പോൾ ഡാൻസ് കോമ്പറ്റീഷനാണ്, ഡാൻസ് അറിയണ്ട, ഇത് കയ്യിലുണ്ടായാൽ മതി. എന്തിനു പറയുന്നു, മൗണ്ട് എവറസ്റ്റ് വരെ റോപ്പും ക്ലൈംബേഴ്സും ഇല്ലാണ്ട് കയറുന്ന എത്ര പെമ്പിള്ളേരെ നമ്മൾ പരസ്യത്തിൽ കണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പഠിക്കാത്തതിന് എന്നെ തല്ലുന്ന ഇത്താത്തയുടെ വിജയരഹസ്യം ഇതാണ്. അടുത്ത പ്രാവശ്യം ഞാൻ കടയിൽ ചെന്നിട്ട് ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ഇപ്രാവശ്യം സെൻസറിങ് വേണ്ട, ഇത് നെറ്റ്ഫ്ലിക്സ് റിലീസാണ്, നാട്ടുകാരെയും വീട്ടുകാരെയും മൊത്തം കാണിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ഒരു അൺസെൻസർഡ് വേർഷനായിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഉമ്മാനോട് പറയും, കണ്ടോ ഈ സാധനം വെച്ചിട്ടാണ് ഇവളവിടെ ഷൈൻ ചെയ്യണമെന്ന്. അപ്പം തന്നെ കിട്ടി നല്ല 4 തല്ല്. എനിക്ക് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇത് പൊതിയാതെ കൊണ്ടുവരരുത് എന്ന്. എന്നാ അപ്പം പറഞ്ഞു തരാം, ഇത് ചായയിൽ മുക്കി തിന്നുന്ന ബ്രെഡ് അല്ല എന്നുള്ള കാര്യം. കഥ തുടരും മാമ. ഹായ്, ഞാൻ ഫൺസ് അപ്പോൺ എ ടൈമിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എപ്പിസോഡ് ഫേസ്ബുക്കിൽ കൂടെയൊക്കെ കുറച്ച് വൈറലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഫാൻസും സംഭവം കിട്ടി. ഇപ്പോൾ നാട്ടിൽ എവിടെ പോയാലും ഭയങ്കര ചീത്തപ്പേരാണ്. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമായി വൈറലായതിൽ. ഞാൻ ഈ സന്തോഷം
ഞാൻ വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രം കാണുന്ന എൻ്റെ അമ്മാവന്മാർക്കും അമ്മായിമാർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം അവർക്ക് അറിഞ്ഞിട്ട് താല്പര്യമില്ലെങ്കിലും എൻ്റെ ഭാവി പരിപാടികളിൽ അവർ നോക്കി ഇൻട്രസ്റ്റ് കാണിച്ച് അത് കേട്ട് പൊട്ടി ചിരിച്ച് എനിക്ക് ചിരിയിലൊരു ഭാവി ഉണ്ടെന്ന് കാണിച്ചു തന്നു ഇവരെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നെ എൻ്റെ ഇൻബോക്സ് ഒക്കെ നിറച്ച് മെസ്സേജാണ്. 2 ടൈപ്പ് ഫാൻസാണ് വരുന്നത്. ആദ്യത്തെ ടൈപ്പ് ഫാൻസ് എന്ന് പറഞ്ഞാൽ അവർ വരും, ഹായ് ദീപക് ചേട്ടാ. ഞാൻ പറയും ഹലോ. അവർ പറയും ചേട്ടൻ്റെ കോമഡി സൂപ്പറാണ്. അപ്പോൾ ഞാൻ പറയും ഓ താങ്ക് യു. അപ്പോൾ തന്നെ അവർ പറയും ഇതെൻ്റെ യൂട്യൂബ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഫാൻസ് എന്ന കപടതയിൽ അവർ വന്ന് എൻ്റെ സ്നേഹമല്ല, അവർക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷനായിരുന്നു വേണ്ടത്. പക്ഷേ എൻ്റെ ട്രൂ ഫാൻസ് ഉണ്ട്, അവരാണ് എൻ്റെ മെജോറിറ്റി. അവർ 5 മാർക്ക് എസ്സേ പോലെയൊക്കെയാണ് വിട്ടിരിക്കുന്നത്. അതൊക്കെ ഞാൻ വിശദമായിട്ട് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ എൻ്റെ മിക്ക ഫോളോവേഴ്സും അവർ എന്നെ ഒരു സ്റ്റാൻഡപ്പ് കോമിക് ആയിട്ടല്ല, പക്ഷെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ടാണ് കാണുന്നത്. എൻ്റെ അന്നത്തെ കോമഡികൾ ഒന്നും ഏറ്റില്ല എന്ന നഗ്ന സത്യം ഞാൻ അതോടെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മോട്ടിവേഷണൽ സ്പീക്കർ ആയാലും എന്താ, നല്ല പരിപാടിയല്ലേ, ആൾക്കാർക്ക് ഉപദേശം കൊടുക്കാൻ ചിലവില്ലാത്തൊരു പരിപാടിയല്ലേ. അങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ അന്നം മുട്ടിയിരുന്ന ഞാൻ ഇന്നൊരു ചെറിയ അന്നം കുട്ടിയാണ്. കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്, കുഴപ്പമില്ല. മൂവിംഗ് ഓൺ, ഹാരിസ്ലാൻ. അങ്ങനെ സ്കൂളിൽ എത്തിയാലെങ്കിലും എൻ്റെ ഈ സെക്സ് എഡ്യൂക്കേഷണൽ ഡൗട്ടിന് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് കരുതി. കാരണം 8ാം ക്ലാസ്സിൻ്റെ പ്രത്യേകത അറിയാലോ നിങ്ങൾക്ക്. 8ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8th സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റ് ബുക്ക് 9th ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ്. അതുവരെ 6 മണി പത്രസമ്മേളനം പോലെ ഓരോ സാധനം മണിമണിയായി എടുത്തു തരുന്ന ടീച്ചർ ഈ ചാപ്റ്റർ എത്തിയാൽ മാത്രം ഒരുമാതിരി പാർലമെന്റിൽ ബില്ല് പാസ്സാക്കുന്ന പോലെ എന്ന് പറഞ്ഞ ഒറ്റ പോക്കാ വായിച്ചിട്ട് ഈ 370 പോയ കാശ്മീർ പോലെ ഞങ്ങളിതിങ്ങനെ മിണ്ടാതിരുന്ന് കേൾക്കുന്നല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. എൻ്റെ അവസ്ഥയും ഈ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ അവസ്ഥയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. ഇവരിവിടെ എൻ്റെ കോമഡി മനസ്സിലാവാണ്ട് ചിരിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ടീച്ചർ എന്നോട് ചോദിക്കും, ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നില്ലേ? ഓ ഒക്കെ മനസ്സിലായി, സൂപ്പർ ക്ലാസ് ടീച്ചർ എന്നും പറഞ്ഞ് വിടും. പക്ഷെ എനിക്ക് അധികം വിഷമമില്ല, കാരണം നമുക്ക് ഇങ്ങനത്തെ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർത്ത് തരല് നമ്മുടെ ഒരു കൂട്ടുകാരനായിരിക്കും. അപ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, തൽക്കാലം അസ്ലമിനെ നമുക്ക് ബാബ എന്ന് വിളിക്കാം, മോശമല്ലേ. അപ്പോൾ ബാബയായിരുന്നു എനിക്ക് ഈ സംശയം. ബാബയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എത്താത്തൊരു സാധനം ഉപയോഗിക്കുന്നുണ്ട്, ഇതെന്തോ ഉത്തേജകമാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു നീ നാളെ വാ, നമ്മൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ചെന്ന് രാവിലെ പരീക്ഷയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ബാബ ഇരുന്ന് എക്സാം പൊരിഞ്ഞെഴുത്തു, ഒരു രക്ഷയില്ല, ഒരു വക പഠിക്കാത്തവനവൻ. എനിക്ക് ആകെ ഡൗട്ടായി. ഇവൻ പരീക്ഷയും കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറയാം, നീ പറഞ്ഞ മറ്റേ സാധനമല്ലേ വർക്കിങ്ങാ, എനിക്കിന്ന് എക്സാം പൂര എളുപ്പമായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തെ 1500 വിട്ട് എൻ്റെ സബ് ജില്ലയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. എനിക്കാകെ വിഷമമായി. ഛേ, എൻ്റെ ഐഡിയ ആയിരുന്നു. വൈകുന്നേരത്തെ ഇവൻ്റെ സബ് ജില്ലയുടെ ഓട്ടം കാണാൻ പോയി. ഇവൻ ഒരു റൗണ്ട് ഓടി, 2ാമത്തെ റൗണ്ട് ഓടി, 3ാമത്തെ റൗണ്ട് പകുതി ആയപ്പോഴത്തേന് ഇവൻ തലകറങ്ങി വീട്. പിള്ളേർ വരുന്നു, സാർമാർ വരുന്നു, എല്ലാവരും കൂടി ഇവനെ പൊക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ സാധനം വീണ് എല്ലാവരും കണ്ട് നാണം കെട്ട് നാറി നിൽക്കുക അവൻ സ്റ്റാഫ് റൂമിൽ. അപ്പം ഞാൻ ചെന്നിട്ട് ഇവനെ ഒന്ന് ആശ്വസിപ്പിക്കണമല്ലോ, എൻ്റെ ഐഡിയ അല്ലേ. ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് സാരല്ലടാ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറയാം, ഇല്ലടാ നീ പരസ്യത്തെ കണ്ടിട്ടില്ലേ, ഞാൻ ഉപയോഗിച്ചതേ 6 മണിക്കൂർ ചാർജ് വെക്കുന്ന സാധനമാണ്, നീ വാങ്ങുമ്പോൾ മറ്റേ 12 മണിക്കൂർ ചാർജ് വെക്കുന്ന സാധനമുണ്ട്, അത് മേടിച്ചാൽ മതി. എന്നിട്ട് അവൻ എന്നോട് പറയാം, ആകെയുള്ള ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തേജകമായിരുന്നു ഉപയോഗിച്ചെന്നും പറഞ്ഞ് എന്നെ സ്പോർട്സ് നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തില്ല എന്ന്. അപ്പോൾ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആകാൻ തീരുമാനിച്ചു എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. കാരണം ഉപദേശം കൊടുക്കാൻ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടല്ലോ, എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈ ഉപദേശങ്ങളൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും അതൊരു വയറ്റിപ്പരപ്പാക്കാൻ പറ്റുന്നതൊരു ഭാഗ്യമല്ലേ. ഈ നാട്ടുകാരും വീട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളെല്ലാം, അതിൽ അശ്ലീലങ്ങൾ മാത്രം മാറ്റിയാൽ തന്നെ എനിക്ക് 2 ബുക്കുണ്ട് മോട്ടിവേഷൻ എഴുതാൻ. പക്ഷേ ഇതുവരെ എന്നെ ഒരു പബ്ലിക് ഫംഗ്ഷനൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ ആൾക്കാർ എന്നെ ഫോണിലൊക്കെ വിളിക്കാറുണ്ട്. എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറയാം, ദീപക് ഏട്ടാ. ഞാൻ ചോദിച്ചു ഓ. അങ്ങനെ പറഞ്ഞു ബിഗ് ഫാൻ. ഞാൻ പറഞ്ഞു ലിങ്ക് അയച്ചാൽ മതി, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു അല്ല ഏട്ടാ, അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് മോട്ടിവേഷൻ ഉണ്ട്, തരാനുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര അത്യാവശ്യമാണ്? ഞാൻ ഈ 4 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഡോറാബുജി സീസൺ കഴിയും, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പോരെ മോട്ടിവേഷൻ. അപ്പോൾ മോട്ടിവേഷൻ ഫ്രണ്ട്സ്, മോട്ടിവേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മളത് മഹാമനസ്സുകളുടെ വാക്കുകളിൽ നിന്ന് അള്ളിയെടുക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മഹാകവി, പ്രഖ്യാപനായ മഹാകവി വില്യം ഷേക്സ്പിയർ ജീവിതത്തിനെ പറ്റിയും ലക്ഷ്യപ്രാപ്തിയെ പറ്റിയും എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാവോ? ഇല്ല. ഇല്ല, അറിയില്ല. ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇതിപ്പോൾ ആർക്കും അറിഞ്ഞൂടല്ലോ. ഇതെന്താ ആർക്കും അറിയാത്ത? ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചു ഇതിന് ഞാനിത് എവിടെ നിന്ന് കണ്ടുപിടിക്കും? പുല്ല്. മോട്ടിവേഷനൊക്കെ ഭയങ്കര പണിയാണ്, കോമഡി തന്നെ നിൽക്കാം. അന്നംകുട്ടി ഔട്ട്, അന്നം മുട്ടിയാലും എന്താ, ഭിക്ഷ എടുത്ത് പിഷാരിയുടെ ബാധയെ തന്നെ പിടിച്ചു. കോമഡി വളരെ കുറവായിരുന്നു. നിങ്ങൾ ആകെ 2.5 മിനിറ്റാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ 2.5 മിനിറ്റ് ഫുൾ
ഒരു കോർത്തിണക്കുന്ന കോമഡി എപ്പോഴും ഉണ്ടാകണം, അതിൽ തമാശകൾ ഉണ്ടാകണം. അങ്ങനെ വന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ചിരിക്കാൻ തോന്നുള്ളൂ. അരിസ്ലാൻ്റെ കോമഡി സെൻസർ ചെയ്ത് കാണിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സംശയം. അത് കുഴപ്പമില്ല, അതൊക്കെ ഇപ്പം നമ്മൾ ടി വിയിലൂടെ കാണുകയും പറയുകയും സിനിമയിലൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. വളരെ കുറച്ച് കോമഡി കുടുംബത്തിലെ ആൾക്കാരെ പറ്റിയും കടയിലെ ചേച്ചിനെ പറ്റിയൊക്കെ പറഞ്ഞതും ഇഷ്ടമായി. ഇല്ല, കുഴപ്പമില്ല, നന്നായി വരും. ദീപക്, ഹാരിസ്ലാൻ രണ്ടുപേരുടെയും ഒറ്റക്കൊറ്റക്കുള്ള പെർഫോമൻസുകൾ വളരെ മികച്ചതായിരുന്നു. അതൊരു മത്സരത്തിലേക്ക് വന്നപ്പം രണ്ടുപേരും ഒറ്റയ്ക്ക് പെർഫോം ചെയ്തതിനേക്കാളും താരതമ്യേന നല്ല രീതിയിൽ താഴെയുള്ളൊരു പെർഫോമൻസാണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഹാരിസ്ലാൻ എടുത്ത വിഷയം, ഹാരിസ്ലാൻ ഒരു പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലൂടെ കുറച്ച് പോയി, അല്ലെങ്കിൽ ഈ സാനിറ്ററി പാഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഹാരിസ്ലാൻ്റെയോ അല്ലെങ്കിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലം വരെ, ഈ അടുത്ത കാലം വരെ ഇതെല്ലാം ഹാരിസ്ലാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ രഹസ്യമായി ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഇന്ന് കുറച്ചുകൂടെ അല്ല, അതിനേക്കാളും മേതെ നല്ല ഓപ്പണപ്പായിട്ട് ആളുകൾ തുറന്ന് സംസാരിച്ചാൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ പരസ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് നല്ല രസമായിരുന്നു. അല്ല ഡയാനാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പറയേണ്ടത്. ഹരിസ്ലാൻ ആ വിഷയം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. ഈ പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിസ്ക്രീറ്റ് ആയിട്ട് കുറച്ച് ഇങ്ങനെ കൺസീൽ ചെയ്തിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇപ്പോൾ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അപ്പോൾ അവിടുത്തെ ആൾ ചോദിക്കും പൊതിയണോ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും പൊതിയേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ അങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ് മാറി, കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ് മാറി. അങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതെ, അത് ഇവിടെ പറയുന്നതിൽ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അതിലും ഒരു വിഷയം വരുന്നത് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ്. ഇതിലും നമ്മൾ മറ്റൊരു വിഷയം എടുത്തു വെച്ച് അതിൻ്റെ നാനാ ഡയമെൻഷൻസിലുള്ള നാനാ വിധത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെ പറയാൻ പറ്റില്ല. ഇത് ഓപ്പണപ്പാണ്, എന്നാലും റെസ്ട്രിക്റ്റഡ് ആണ്. ഇദ്ദേഹം പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളാണ്, സ്റ്റാൻഡപ്പ് കോമഡികൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്കൊരു പ്രിപ്പറേഷൻ്റെ കുറവ് താരതമ്യേന ദീപകിൻ്റെ പ്രകടനത്തിൽ ഇന്ന് തോന്നി. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രകടനം വെച്ച് നോക്കുമ്പോൾ സമയം ഉപയോഗിച്ചതും പറഞ്ഞതുമെല്ലാം ഹാരിസ്ലാനാണ് ഒന്നാമനായിട്ട് എത്തിയിരിക്കുന്നത്, ദീപക് രണ്ടാമനാണ്. ഇപ്പോൾ ദീപക് ഇതിനിടയിൽ അന്നംകുട്ടി നമ്മുടെ അന്നംകുട്ടി ജോസഫാണല്ലോ. അപ്പം ഞാൻ അന്നംകുട്ടി ജോസഫ് അഭിനയിച്ച വിജയ് സൂപ്പറും പൗർണമി എന്ന് പറയുന്ന സിനിമയുടെ 100ാം ദിവസം ആഘോഷത്തിന് എന്നെ വിളിച്ചു. അന്ന് തന്നെ ഞാനൊരു ഓൺലൈനിൽ ഓർഡർ ചെയ്ത ടീഷർട്ട് എൻ്റെ വീട്ടിൽ വരികയും ചെയ്തു. ഞാനിങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ഈ ടീഷർട്ട് പെട്ടി പൊട്ടിക്കാതെ അവിടെ ഇരിക്കുന്നത്. 2 പൂച്ചയുടെ പടമുള്ളൊരു ടീഷർട്ടാണ്. ഒരിക്കലും നീ നേരത്തെ കോട്ടിട്ടുകൊണ്ട് വന്ന കാര്യം പറഞ്ഞില്ലേ, അവിടെ നമ്മൾ ഇതിട്ടുകൊണ്ട് പോരുത്, കണ്ടാൽ തിരിച്ചില്ല. അതുപോലെ ഒരു ഫംഗ്ഷൻ ഒരിക്കലും ഇടാൻ കൊള്ളില്ലാത്ത സൈസ് ഒരു നല്ലവനായ ഉണ്ണി കുർത്തിട്ടുകൊണ്ട് പോലത്തെ ഒരു ടീഷർട്ടാണ്. പിള്ളേരല്ലേ, എൻ്റെ പിള്ളേർ പറഞ്ഞു അച്ഛൻ ഇത് നന്നായിട്ടുണ്ട്, അച്ഛൻ ഇട്ടുകൊണ്ട് പൊക്കുമെന്നും പറഞ്ഞു. ഞാൻ ഈ ടീഷർട്ട് ഇട്ട് ആ ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലെത്തി തുറന്നിറങ്ങി ആദ്യത്തെ സെക്യൂരിറ്റിയുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലോണം പാളിയിട്ടുണ്ട്. ഈ ടീഷർട്ട് പാളി എന്ന് പറഞ്ഞാൽ 2 പൂച്ച ഇങ്ങനെ ഇരിക്കുന്ന പടമൊക്കെ ആയിട്ട് ഞാൻ പോയേക്കുക. ഇയാൾ ചിരിച്ചു. ലിഫ്റ്റിൽ എൻ്റെ കൂടെ കയറിയ ആൾ ഇങ്ങനെ നിൽക്കുക. അതായത് ഇയാൾക്ക് ചിരിക്കണം, ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമായി. ഞാൻ അകത്തെത്തുമ്പോഴൊക്കെ കുറേ മാധ്യമങ്ങൾ നിൽപ്പുണ്ട്. അവരെല്ലാം ഈ അയ്യോ എന്നുള്ള അവസ്ഥയിൽ മറ്റേ പുലിവാൽ കല്യാണത്തിൽ ലാലു അലക്സ് പോയ പോലെ ഞാൻ അവിടെ എത്തി ഇരുന്നപ്പം ഇരിക്കുമ്പം എനിക്ക് സംശയം, എനിക്ക് മനസ്സിലായി ഇത് കയറിക്കഴിഞ്ഞ പ്രശ്നം ഒരുപാട് വരും. വണ്ടിയിൽ വേറെ ഷർട്ടുണ്ട്, ഒരൊറ്റ ഓട്ടത്തിന് താഴെ ചെന്ന് ഷർട്ട് മാറിയിട്ട് വന്നാലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എണീക്കാൻ പോകുമ്പോൾ ജോസഫ് അന്നംകുട്ടി ജോസഫ് വന്ന് ഇവിടെ ഇരുന്നു. ഞാൻ ചോദിച്ചു, എടാ നീയേ സത്യം പറ, ഈ ടീഷർട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അവൻ നോക്കി പോലുമില്ല. ചേട്ടാ, മനുഷ്യൻ വസ്ത്രധാരണത്തിലല്ല, മനുഷ്യൻ്റെ ആത്മാംശങ്ങളിലെ ജീവിതഗന്ധിയായ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത് കേട്ട് ആവേശമായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് നാണം കെട്ട് തകർന്നങ്ങ് ഇല്ലാണ്ടായിപ്പോയി. മോട്ടിവേറ്റ് ചെയ്ത് കയറ്റി വിട്ടതാ. തിരിച്ചിറങ്ങിയിട്ട് ഇവനെ കാണാൻ നോക്കിയിട്ട് ഇവനെ കണ്ടുമില്ല. ഇവൻ പോയി അതിന് മുമ്പ് നല്ല ഓട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല മധുരമുള്ള ഒരു പായസം കുടിച്ചൊരു ഫീലാണ് നമ്മുടെ ഷോയിലെ എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു നിമിഷമുണ്ട്, എടാ നീ പായസം കുടിക്കാൻ പോയ കഥ പറ. ഡയാനാ, ഞാനും എൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടി ഞാൻ ഈ അമ്പലപ്പുഴ പാൽപ്പായസം ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കുടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കുറച്ചും കട കഴിഞ്ഞിട്ട് വീടുള്ളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ ഈ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാരനുമായിട്ട് ബൈക്കിൽ പോകണം. അപ്പോൾ അവൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ബാക്കിൽ ഉണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്
ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ സൈഡിൽ നിന്ന് ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല പെൺകുട്ടി, കുറെ കോളേജ് പിള്ളേരൊക്കെ പാട്ട് പാടി എല്ലാവരും എൻ്റെ ടൂർ പോണ സംഭവമാണ്. അതിൽ ഈ ഒരു കൊച്ച് ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു, ഓ ഓക്കെ ഉമ്മം വെക്കണ പോലെ ശരി ഒരു ആക്ഷൻ കാണിച്ചു. ഇവനപ്പോൾ അത് കണ്ടിട്ട് ഈ സൈഡിൽ കൂടി തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഈ ബസ്സിന്റെ പുറകെ പിടിപ്പിച്ച് പോയി. കുറേ കഴിഞ്ഞപ്പോൾ എടാ ഞാൻ പറഞ്ഞു തിരിച്ചു പോകണ്ടേ, നമുക്ക് അമ്പലത്തിലോട്ട് പോകണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും പിന്നെ ഈ ബസ്സിൻ്റെ ഒപ്പം പോകുമ്പോൾ പിന്നെയും ഈ കുട്ടി അവനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. ഓക്കെ അപ്പം ഇവന് ആ ഇൻട്രസ്റ്റ് എവിടെയെങ്കിലും നിർത്തുമല്ലോ, ബസ് നിർത്തുമ്പോൾ ഈ കൊച്ചിറങ്ങിയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സൈഡിൽ കൂടി പിടിപ്പിച്ചു പോകണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്, ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകണ്ടേ, വളക്കണ്ടേ, വണ്ടി വളക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഈ കൊച്ച് ഇങ്ങനെ ഉമ്മ വെക്കണ കാണിച്ചിട്ട് അതിൻ്റെ പുറകെ പോയി. കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ആ കൊച്ച് ആ കുട്ടി ഉമ്മ വെക്കാൻ വേണ്ടിയല്ല, കുറേ നേരമായിട്ട് ഛർദിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരുന്നു. എൻ്റെ സൈഡിൽ കൂടി പോയിട്ട് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് പകരം ആ വേണ്ട മതി മതി. ഓക്കെ, ഇനി ഇവർക്കുള്ള ക്യാഷ് പ്രൈസ് RP എന്റർടൈൻമെന്റ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ് കൊടുക്കാനുള്ള സമയമാണ്. ഇത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ധർമ്മജൻ ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. സോ ഇൻ ഫസ്റ്റ് പ്ലേസ് ഇറ്റ്സ് ഹരിസ്ലാൻ. കൺഗ്രാറ്റ്സ് ഹരിസ്ലാൻ, ഗുഡ് ജോബ്. സെക്കൻഡ് പ്ലേസ് ദീപക്. നല്ലൊരു കൈയടി, കം ഓൺ.